ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം വിളിച്ചു വരുത്തുന്ന ഒരു മേഖലയാണ്. ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് അനുദപിക്കുവാനായിട്ട് എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം തിരുവചനം. അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 13-ാം അധ്യായം തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് പശ്ചാത്തപിക്കുന്നതിൽ നമ്മളെല്ലാവരും അതുപോലെ നശിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ സിലോഹ ഗോപുരം ഇടിഞ്ഞു വീണ് ആ 18 പേര് അന്ന് മരിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടിയാണ്, അവര് നിങ്ങളെക്കാളോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളോ മോശക്കാരാണോ? അല്ല എന്ന് ഞാൻ പറയും. പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചില്ലെങ്കിൽ എല്ലാവരും അതുപോലെ തന്നെ നശിക്കുമെന്ന് വചനം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ നിമിഷങ്ങളെ കർത്താവ് പാപത്തിൽ വീണിട്ട് അതിനെക്കുറിച്ച് അനുതാപമില്ലാതെ ആ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന ഓരോ മക്കളെയും അനുതാപത്തിൻ്റെ ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആഗമന കാലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും സ്ഥിരതയുള്ളവരായി നീങ്ങുന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ, പ്രത്യേകിച്ച് ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ കാണാൻ തക്ക വിധം, ഹൃദയത്തിൽ കാണാൻ തക്ക വിധം, കുടുംബത്തിൽ കാണാൻ തക്ക വിധം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് കുടുംബങ്ങളെ സജ്ജമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.